നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂർ. മനുഷ്യൻ വൈകിട്ട് വരെ പണിയെടുത്ത് വീട്ടിൽ വന്നിട്ട് നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഏതെങ്കിലും ന്യൂസ് ചാനൽ ഓപ്പൺ ആക്കി ഒരു പ്രമുഖ നടന്റെയും നടിയുടെയും മാത്രമുള്ളൂ വാർത്ത. ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. നാട്ടില് ഇവിടെ പനി പിടിച്ചിട്ട് എത്ര പേര് ദിവസം മരിക്കുന്നു. ഈ നഴ്സുമാർ ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സമരം തുടങ്ങിയിട്ട് എത്ര ദിവസമായി. ഇതൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഈ പ്രമുഖ നടനും മടിക്കാൻ രണ്ടെണ്ണം ഏറുണ്ടോ? എന്താ ഒരു പ്രത്യേകതയാണ്. മതി നിങ്ങളെ കോപ്പിലെ ചർച്ച എത്ര ദിവസമായി മാതിരി ഉളുപ്പില്ലാതെ ചർച്ച നടത്തുന്നത്. വല്ല പ്രതിനും പിടിച്ചിട്ട് നിങ്ങൾ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണണ്ടോ? 250-300 രൂപ കൊടുത്തിട്ട് കേബിളിന് പൈസ മുടക്കിയിട്ട് വന്നാണ്ട് ഈ നടന്റെയും നടീന്റെയും വാർത്ത കേൾക്കാൻ വേണ്ടി ഞങ്ങൾ TV ഓപ്പൺ ആക്കണേ. ഒരു ദിവസം ക്ഷമിച്ച് 2 ദിവസം ക്ഷമിച്ച് എത്ര ദിവസമായി നിങ്ങൾ ചർച്ച തുടങ്ങിയിട്ട്. നേരം വെളുക്കുമ്പോൾ ഓരോന്ന് മേക്കപ്പ് ഇട്ട് അങ്ങ് ഇറങ്ങി വരികയാണ് ഇവിടെ ചർച്ച നടത്താൻ വേണ്ടി. നല്ല പ്രമുഖ ചാനലിൽ ഞാൻ ലൈവ് കാണുകയാണ്. ഒരു സംവിധായകൻ ഒന്ന് ചർച്ച നടത്തുക. ഇയാളെ കോപ്പ് കണ്ടാണ്ട് ചാനൽ മാറ്റി വയ്ക്കുക. അപ്പോഴും ഇയാൾ അവിടെ ലൈവില് വേറെ ചാനലിലും. അപ്പൊ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാണ്ട് നാട്ടുകാരെ പൊട്ടന്മാരൊക്കെ ഈ ആടിനെ പട്ടിയാക്കണ ഏർപ്പാട് നിർത്തിക്കോളി. നിങ്ങളെ കോപ്പിൽ ചർച്ച വേണ്ട. ഇവിടെ നടനും മടിയും വല്ല നമുക്ക് ആരും ചെലവിന് വരും. ഇവിടെ ആരും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. പക്ഷെ പീഡിപ്പിക്കപ്പെട്ടു. ഇനി ഒരു പോലീസ് കണ്ടെത്തിക്കോളാം. ചാനലുകാർ ചർച്ച നടത്തി കണ്ടെത്തണ്ട. വേറെ ഒരുപാട് വാർത്തയോടെ നടക്കുന്നുണ്ട്. നമുക്ക് ഒന്നിനും പറ്റില്ല. നഴ്സുമാർ സമരം നടത്തുന്നുണ്ട്. അതിനൊക്കെ എന്തൊരു ഐക്യദാർഢ്യം പ്രവർത്തിച്ചാണ് 4 ദിവസം വാർത്ത തുടങ്ങിയ വരെ ഏതെങ്ങാനും അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവും. അവരുടെ ഈ സമരം സക്സസ് ആയ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി. എല്ലാവരും നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ കോപ്പിൽ ചർച്ചഞ്ഞ് വേണ്ട. ഇനി എങ്ങാനും നിങ്ങൾ ചർച്ചയും കൊണ്ടുവന്ന TV ഒക്കെ അവിടെ അടിച്ചു പൊടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട.